ദാണ്ട് ഞങ്ങൾ 2 പെട്ടി മുന്തിരിങ്ങ ഇന്നലെ ഓഫീസിൽ നിന്ന് ഊണ് കഴിക്കാൻ വരുന്ന വഴി കണ്ടിട്ട് വാങ്ങിയിരുന്നു. അപ്പോൾ 1 പെട്ടി മുന്തിരിങ്ങയ്ക്ക് 100 രൂപ എന്ന് പറഞ്ഞുള്ളതാണ്. ഇത് ഒരു പെട്ടിക്കകത്ത് 200 ഉണ്ട്. അപ്പോൾ ഈ 2 പെട്ടിയും കൂടെ 4 കിലോയും 400 ഗ്രാമും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് നമുക്കിതൊന്ന് വെള്ളമൊക്കെ പോകാനായിട്ട് വയ്ക്കാം. അവരത് കണ്ട പെട്ടിയിലൊരു കടലാസൊക്കെ വെച്ചിട്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ നന്നായിട്ട് ഉപ്പ് വെള്ളത്തിലൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. നല്ല മുന്തിരിങ്ങ അവർ തുറന്ന് കാണിച്ചായിരുന്നു. 2 പെട്ടി പൊട്ടിച്ചപ്പോഴത്തേക്ക് കണ്ടോ അതാണ്ട് ഈ വലിയ ശിരുവ നിറയുണ്ട്. നമുക്ക് ഉപ്പുപൊടിയിൽ വാഷ് ചെയ്തിട്ട് വരാം. നമസ്കാരം. അപ്പം ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ഇങ്ങനെ എത്തിയല്ലേ. അപ്പം നമുക്ക് വൈൻ ഇടാൻ തുടങ്ങാം. അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ കേക്കിൻ്റെ ട്യൂട്ടി ഫ്രൂട്ടിയൊക്കെ സ്റ്റോക്ക് ചെയ്യുന്നത് വൈനകത്ത് സ്റ്റോക്ക് ചെയ്യുന്നത് കാണിച്ചിരുന്നല്ലോ. അപ്പം ഞാൻ നേരത്തെ ഇട്ട വൈനെ കുറിച്ച് പറഞ്ഞായിരുന്നു. അപ്പോൾ 1-2 പേര് എന്നോട് പറഞ്ഞു ആ വൈൻ്റെ വീഡിയോ ഒന്നും കൂടി ഒന്ന് ഇടാവോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഓർത്തപ്പം അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, അത് ഘട്ടഘട്ടമായി ഞാൻ ചെയ്യുന്നപ്പോൾ ഒപ്പം തന്നെ ആ വീഡിയോ ഇടാൻ പറഞ്ഞു. അപ്പം ഞാൻ ഇനി ബാക്കി കാണിക്കുന്ന 21 ദിവസം കഴിഞ്ഞല്ല കേട്ടോ. അല്ലേ സോറി, ഈ വീഡിയോ ഇടാൻ പോകുന്ന 21 ദിവസം കഴിഞ്ഞല്ല. ഞാനിപ്പോൾ ഇത് ഇട്ടതിന് ശേഷം നമ്മളെപ്പോൾ 21-ാം പക്കം ഇത് എടുക്കുമ്പോഴാണ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഇടും. അപ്പം നിങ്ങൾ എന്നാ ചെയ്യണമെന്ന് ഇന്ന് എൻ്റെ വീഡിയോ ഇത് ഇറങ്ങിക്കഴിയുമ്പോൾ ഇന്നിപ്പോൾ 22-ാം തീയതി ആയല്ലോ. ഇന്ന് ഈ വീഡിയോ പുറത്തിറങ്ങിക്കഴിയുമ്പോൾ നിങ്ങളിത് കണ്ടതിന് ശേഷം നിങ്ങൾ പോയി മാർക്കറ്റിലോ അല്ലെങ്കിൽ നമുക്കിപ്പോൾ വണ്ടിയിലൊക്കെ കിട്ടും, പോയി വാങ്ങിയിട്ട് ഈ മുന്തിരിങ്ങ വാങ്ങിയിട്ട് നാളെ തന്നെ ഇടാം. നാളെ തന്നെ ഇട്ട് കഴിഞ്ഞാലല്ലേ നമുക്കിനി 21-ാം പക്കം ഇത് എടുക്കാനൊക്കെ പറ്റുള്ളൂ. ക്രിസ്മസിലേക്കൊക്കെ ക്രിസ്മസ് അല്ലെങ്കിൽ ന്യൂ ഇയറിലേക്കൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പം എന്താണ്ട് ഞാനിവിടെ ആ മുന്തിരിങ്ങ 400-ഓളം ഉണ്ടായിരുന്നു. അപ്പോൾ അത് 1-2 എണ്ണമൊക്കെ പൊട്ടി വയ്ക്കായിരുന്നു. അതൊക്കെ മാറ്റി നമ്മൾ പിന്നെ അതാണ്ട് ഇങ്ങനെ ആക്കി എടുത്തു. അപ്പം ഉപ്പുവെള്ളത്തിലൊക്കെ കഴുകി വെള്ളമൊക്കെ പോയി. അപ്പം അത് ഇങ്ങനെ കുറച്ച് പിള്ളേർ കഴിക്കാനൊക്കെ ആയിട്ട് എടുത്തു. അപ്പം 4 കിലോ ഉണ്ട്. 4 കിലോയുടെ കണക്കാണ് ഞാൻ പറയുന്നത്. അപ്പം 4 കിലോയ്ക്ക് ഞാൻ 3 കിലോ പഞ്ചസാരയാണ് ഉപയോഗിക്കുന്നത്. ചിലരിപ്പോൾ 1 കിലോയ്ക്ക് 1 കിലോ പഞ്ചസാര ഉപയോഗിക്കാറുണ്ട്. അത് മധുരം ഒരുപാട് വേണ്ടവരാണ്. ഇത് ഒരിക്കലും മുന്തിരി ജ്യൂസ് അല്ല, ഇത് എന്താണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വൈനാണ്. അപ്പം വൈൻ ഒരുപാട് മധുരത്തിൻ്റെ ഒന്നും കാര്യമില്ല. അപ്പം നമ്മൾ ഈ 4 കിലോ മുന്തിരിങ്ങയ്ക്ക് 3 കിലോ പഞ്ചസാര ചേർത്താൽ മതിയാവും. പിന്നെ ദാണ്ട് ഞാനിവിടെ കുറച്ച് ഗ്രാമ്പൂവും നമ്മുടെ പട്ടയും ഒരേലക്കയും ഒരു സ്റ്റാറും ഒക്കെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നമ്മൾ ചതച്ചിടും. അതുകൂടാതെ നമ്മൾ 1 പിടി ഗോതമ്പ് ഒന്നുകിൽ കിഴി കെട്ടിയാൽ ചിലപ്പോൾ ഇടാറുണ്ട്, അതല്ലെങ്കിൽ നമ്മൾ കഴുകി തുടങ്ങിയതിന് ശേഷം അല്ലാതെ ഇടാം. അതുപോലെ തന്നെ നമ്മൾ 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ ഇഞ്ചി കഷ്ണം ചതച്ച് ചേർക്കുമെന്ന് പറഞ്ഞല്ലോ. കൂടാതെ നമ്മൾ ഇഞ്ചി ഇടുന്നു, ഈസ്റ്റ് ഇടുന്നു, അതുപോലെ പട്ട ഇടുന്നു, സ്റ്റാർ ഇടുന്നു, ഗ്രാമ്പൂ ഇടുന്നു, ഇതെല്ലാം പറഞ്ഞു. അതുകൂടാതെ നമ്മൾ ഒരിക്കലും പച്ചവെള്ളം ഇതിലേക്ക് ഡയറക്റ്റ് ചേർക്കരുത്. നമ്മളിടുന്ന മുന്തിരിക്ക് നികക്കെ കിടക്കണം വെള്ളം. അത് നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളമാണ് ഇതിലൊഴിക്കേണ്ടത്, മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ തന്നെ വെള്ളമയം ഒന്നിലും ഉണ്ടാകരുത്. വെള്ളമയം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഇത് പൂത്തുപോകും. അപ്പം എന്താണ്ട് ഇത് നമ്മൾ ചിരട്ടത്തവി മേശ ഇത് ഇളക്കാവുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനത്തെ ഭരണിയോ അങ്ങനെയുള്ളതിലാണ് കൂടുതലും നമ്മൾ ഇങ്ങനെയുള്ളതിലാണ് ഇടുന്നത്. ഇത് നമുക്ക് തോന്നി ഇതിപ്പം ഇവിടുത്തെ ഗ്രാൻഡ്മയുടെ ആണിത്. അത് അമ്മയ്ക്ക് കൊടുത്തു, അമ്മ ഇപ്പം എനിക്ക് തന്നു. അപ്പം അങ്ങനെ നമ്മളിത് ഉള്ളതാണ്. ഇതിപ്പോൾ നമ്മൾ മേടിക്കാൻ കിട്ടുവാണെങ്കിൽ ഒരു 2000 രൂപയ്ക്ക് അകത്താവും ഇതുപോലെയുള്ള മേടിക്കണമെങ്കിൽ. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ പ്ലാസ്റ്റിക് പാത്രത്തിൽ ഇടരുത്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നമ്മൾ മുന്തിരിങ്ങ ഇങ്ങനെ അടർത്തിയെടുക്കുക. പിന്നെ ഇതുപോലെയൊക്കെ ഇച്ചിരി ഇടയ്ക്കെങ്ങാനും പോയെങ്കിൽ നിങ്ങൾ ടെൻഷൻ ആവുമൊന്നും വേണ്ട. അങ്ങനത്തെ വിഷയം അങ്ങനെ ഇനി ഇത് അഥവാ ഉണ്ടെങ്കിലും പേടിക്കുകയൊന്നും വേണ്ട. പക്ഷെ നമ്മൾ മാക്സിമം നന്നായിട്ട് വൃത്തിയായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. ക്രിസ്മസിനൊക്കെ നമുക്കെല്ലാവർക്കും വൈനും കേക്കും ഒക്കെ എടുക്കണം അല്ലേ. അപ്പം ഇത് അപ്പായും സുനിച്ചേട്ടായും കൂടിയാണ് അതെല്ലാം ഞാൻ ഈ മുന്തിരിങ്ങയൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് തന്നത്. പിന്നെ ഇത് ഉണക്കമുന്തിരിങ്ങ ഇടുന്നവരുണ്ട്, അതുപോലെ ഈ അല്ലാതെ ഒലോലിക്ക, ചാമ്പങ്ങ അതിലൊക്കെ ഇടുന്നവരുണ്ട് കേട്ടോ. റൂബിക്കാന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ലോലോലിക്ക എന്നാണ് കേട്ടോ. അപ്പം ഞാൻ ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇങ്ങനെ തരായിടാനാ.
ഞാൻ ഇതിലേക്ക് കുറച്ച് കറുവാപ്പട്ടയുടെ സ്റ്റാറും ഒക്കെ ഇടുവാണ്. ഗ്രാമ്പൂ നമ്മൾ ചതച്ച് വേണമെങ്കിൽ ചില ഗ്രാമ്പൂ മാത്രമേ ഇടുന്നവരുണ്ട്, അങ്ങനെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഗ്രാമ്പൂ ചതച്ച് തന്നെ ചിലർ ഗ്രാമ്പ് തന്നെ ഇടുമ്പോൾ അത് ചതച്ചിടാറുണ്ട്. ചതച്ചിട്ടില്ലേലും ഡയറക്റ്റായിട്ട് ഇട്ടാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ആ ഗ്രാമ്പൂ ഏലക്കയൊക്കെ, കറുവാപ്പട്ട ഒരുപാടൊന്നും ഇടണ്ട കേട്ടോ. ഒരു വലുതെടുത്തിട്ട് അതൊന്ന് അങ്ങനെ ചെറുതാക്കിയിട്ടങ്ങ് ഇട്ടാൽ മതി. ഏലക്ക അതുപോലെ ഒരെണ്ണമൊക്കെ ഇട്ടാൽ മതി. ഏലക്കൊന്നും നിർബന്ധമുള്ളതല്ല, ഗ്രാമ്പാണ് നമ്മൾ അത്യാവശ്യമായിട്ട് ഇടണ്ട. അപ്പം നമ്മൾ മുന്തിരിങ്ങ മൊത്തം അങ്ങ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒന്നെങ്കിൽ പഞ്ചസാര ഏറ്റവും അടിയിലായിട്ട് ഇടാം, അല്ലെങ്കിൽ ഇങ്ങനെ മിക്സ് ചെയ്തിടാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പിന്നെ നമ്മൾ ഗോതമ്പ് ഒന്നുകിൽ കിഴി കെട്ടിയിടുക കേട്ടോ, അല്ലെങ്കിൽ ഗോതമ്പ് ഡയറക്റ്റ് ഇടാം. ഇഞ്ചി ചതച്ചത് ഇത്ര മതി കേട്ടോ. അതുകൂടെ ഞാൻ ഇതിലേക്ക് ഇടുവാണേ. അതുപോലെ ഇതിന് നമ്മൾ കളർ വരാൻ വേണ്ടി ഇതുപോലെ ഈ വൈൻ തന്നെ ഇടുന്ന മുന്തിരി ഉണ്ടെന്നൊക്കെ പറയും. പക്ഷെ അങ്ങനത്തെ മുന്തിരി ഉണ്ട് ഇല്ലെന്നല്ല. പക്ഷെ നമ്മൾ അതിന് വേണ്ടിയിട്ടൊന്നും ഓടി നടക്കേണ്ട ആവശ്യമില്ല. അത് ചിലപ്പോൾ മാർക്കറ്റിൽ ചോദിച്ചാൽ പെട്ടെന്ന് കിട്ടിയെന്നൊന്നും വരുകയില്ല. ഏത് മുന്തിരി ആണെങ്കിലും കുഴപ്പമില്ല. പിന്നെ കളർ കിട്ടാൻ ചിലർ ബീട്രൂട്ട് ചേർക്കാറുണ്ട്. ഞാൻ അതൊന്നുമല്ല ചെയ്യാറ്. ഞാൻ ലാസ്റ്റ് 21ാമത്തെ ദിവസം നമ്മൾ എടുക്കുമ്പോൾ പഞ്ചസാര, ഇതിൽ ഞാൻ 3 കിലോയിൽ ഒരു 1/4 കിലോ പഞ്ചസാര 250 ഗ്രാം മാറ്റി വെച്ചിട്ടുണ്ട്. അത് 21ാം പക്കം നമ്മൾ 2.25 ചേർത്തിട്ടുള്ളൂ. 250 ഗ്രാം 21ാം പക്കം നമ്മളിത് എടുക്കുമല്ലോ. ഇത് എടുക്കുന്ന സമയത്ത് നമുക്ക് കരിച്ച് ചേർക്കാം. അപ്പം നല്ല അടിപൊളി കളർ കിട്ടും. സാധാരണ മുന്തിരിങ്ങയാണെങ്കിലും എന്ത് ഉപയോഗിച്ചാണ് വൈൻ ഇടുന്നെങ്കിലും അടിപൊളി കളർ കിട്ടും കേട്ടോ. അപ്പം നമുക്കിനി ബാക്കി കാര്യങ്ങളൂടെ ചെയ്യാം. വെള്ളം തിളപ്പിച്ചാറാൻ ഞാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനിവിടെ ദാണ്ട് കണ്ടോ ഗോതമ്പ് ഒരു പിടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പിടി നമ്മുടെ ഒന്നുകിൽ ഒരു പിടി ഗോതമ്പ് ഇങ്ങനെ ഇടുക, അതല്ലെങ്കിൽ നമ്മൾ കിഴി കെട്ടി അതിനകത്തിടുക. എങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല. അതുപോലെ തന്നെ ഞാൻ ലാസ്റ്റ് 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. 1 ടീസ്പൂൺ ഈസ്റ്റ്, ഇങ്ങനെ പൊടിയായിട്ടല്ലാത്ത ഈസ്റ്റ് ഉള്ളതെങ്കിൽ ചൂടുവെള്ളത്തിൽ നമ്മൾ സാധാരണ അപ്പത്തിന് ഇടുന്ന പോലെ അത് ഇട്ടതിന് ശേഷം അത് ആറിയതിന് ശേഷം ഇട്ട് കൊടുക്കാം. അപ്പം വെള്ളം നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കണം. അപ്പം വെള്ളം ആറിയിട്ടുണ്ട്, നമുക്ക് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതുണ്ടോ വെള്ളം, ഇതൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് ഇതിൻ്റെ എല്ലാം മുകളിൽ നിൽക്കുന്ന പോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തടിത്തവിയോ ചിരട്ടത്തവി എന്നൊക്കെ പറയത്തില്ലേ, അത് എന്തെങ്കിലും സ്റ്റീൽ തവി വെച്ച് നമ്മൾ ഇളക്കരുത്. ഇതുപോലെയുള്ള തവികൾ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി വിടണം. നല്ല ശക്തിയിൽ ഇളക്കണേ, പഞ്ചസാരയൊക്കെ അലിയണമല്ലോ. പിന്നെ ഇന്നിപ്പം 22, നമുക്ക് ഇത് ഡിസംബർ 10-ാം തീയതി ആകുമ്പോൾ 19 ദിവസമാകും. 19ാമത്തെ ദിവസം നമുക്കിത് എടുക്കണം. നമുക്കിതെടുത്ത് 19ാമത്തെ ദിവസം ഒന്ന് നന്നായിട്ട് ഇളക്കി വെച്ചതിന് ശേഷം നമുക്ക് പഞ്ചസാര കരിച്ചതോടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം. അപ്പം അത് ഇച്ചിരി കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി കളർ ഒത്തിരി വേണ്ട എന്നുണ്ടെങ്കിൽ അത് ചേർക്കണമെന്നൊന്നുമില്ല, അത് നിർബന്ധമുള്ള കേസല്ല. ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചതിന് ശേഷം തുണിയും കൂടെ വെച്ച് മൂടി കെട്ടി കൊടുക്കണം. അപ്പം ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇന്ന് നവംബർ 22. അപ്പം ഡിസംബർ 10-ാം തീയതി നമ്മൾ 19ാമത്തെ ദിവസം ഇതെടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കും അല്ലേ. അപ്പം ഡിസംബർ 10-ന് നമുക്കിനി ഇത് അടച്ചതിന് ശേഷം തുറക്കത്തുള്ളൂ കേട്ടോ. കണ്ടോ അടച്ചിട്ടുണ്ട്. ഇനി ഒരു തുണി വെച്ച് അങ്ങോട്ട് നന്നായിട്ട് കെട്ടി വയ്ക്കാം. അപ്പം വെള്ളത്തുണി വെച്ച് നന്നായിട്ട് അടപ്പ് ആദ്യം അടച്ചു, അതിനുശേഷം വെള്ളത്തുണി വെച്ച് അപ്പം കെട്ടി തന്നിട്ടുണ്ട്. അപ്പം വെള്ളത്തുണി കൈവശമില്ല, കളർ തുണിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഡിസംബർ 10-ാം തീയതിയാണ് നമ്മൾ ഇനി ഇതെടുക്കാൻ പോകുന്നത് അല്ലേ. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.